ആ ജയിലല്ലേ? എന്താ പ്രശ്നം? അമ്മയും ചാരുവിനെയും കണ്ടെന്ന് പറഞ്ഞല്ലോ. കണ്ടു. എന്നിട്ട് ജയലാലിന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ അഹങ്കാരം അസ്ഥിക്ക് പിടിച്ച് നടക്കുന്നവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ ആരെക്കൊണ്ടും കഴിയില്ല ജയലാലെ. അതിനെക്കുറിച്ച് ഞാനിപ്പോ സുനിലിനോട് സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ജയലാലിന് എന്ത് പ്രശ്നം ഉണ്ടായാലും സഹായിക്കാൻ ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ ഈ കേസ് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാർത്തിയെ പോലെ ഒരുത്തൻ തന്നെയാ ജയലാലിന്റെ പെങ്ങളുടെ ഭർത്താവായിട്ട് വരേണ്ടത്. എനിക്കങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ ചക. അടികൊള്ളുന്ന സംസാര ജയലാലിന്റെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാനതിന് ശക്തമായ രീതിയിലൊന്നും പ്രതികരിച്ചില്ല. ആ സമയമൊക്കെ എന്റെ മുന്നിലേക്ക് വന്നത് ജയലാലിന്റെ മുഖമാണ്. സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞാൻ വെറുതെ ജഗനെതിരെ കേസ് കൊടുക്കുന്നൊക്കെ തട്ടിവിട്ടിട്ടുണ്ട് അമ്മയോട്. അങ്ങനെ ഒരുപാട് നാടകം കളിച്ചാലേ അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഏതായാലും ഒരാൾ രക്ഷപ്പെട്ടല്ലോ, ജയലാലിന്റെ അച്ഛൻ. ഇങ്ങനെയുള്ള പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ചുവിടാൻ വലിയ പാടാ. പിന്നെ അവര് തന്നെ ഒരു ബന്ധം തിരഞ്ഞെടുത്താ അതായിക്കോട്ടെന്ന് കരുതണം. വെറുതെ ഒരു പയ്യനെ നമ്മളായിട്ട് വലക്കണ്ടല്ലോ. ശരി. ജയലാലാണോ വിളിച്ചത്? അതെ. ജയലാല് വന്നപ്പോ അമ്മയും പെങ്ങളും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഉള്ളത് പറയാലോ അണ്ണാ. അന്ന് അവര് തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പോയില്ലേ? അന്ന് കത്തി തീരട്ടെ എന്ന് കരുതിയിരുന്നെങ്കിലുണ്ടല്ലോ കുറെ പേര് രക്ഷപ്പെട്ടേനെ. ഇപ്പൊ ദീപ ചേച്ചിയും ജയലാലണ്ണനും ഇങ്ങനെ കിടന്ന് നാടകം കളിക്കേണ്ട കാര്യമുണ്ടോ? അമ്മമാർ അങ്ങനെ കത്തി തീരണമെന്ന് ഏതെങ്കിലും മക്കൾ ആഗ്രഹിക്കൂടാ. അതിൽ ജയലാലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവര് ജയിലിൽ കിടന്നപ്പോഴേ ഇവര് ആരും കൈകാര്യം ചെയ്യില്ല അണ്ണാ. അവര് മറ്റുള്ളവരെ കൈകാര്യം ചെയ്ത് കാണും. അങ്ങനെ വരാനേ വഴിയുള്ളൂ. ഏതായാലും ജയലാലണ്ണന്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊഴാമായിരുന്നു. ഇത്രയും കാലം അവരുടെ മുമ്പിൽ പിടിച്ചിരുന്നേനെ അങ്ങേരെ സ്തുതിക്കണ്ടേ അണ്ണാ? നീ അങ്ങേരെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങേര് കവളത്ത് തീർത്തൊരെണ്ണം പൊട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് നന്നായനെ. പിന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മമാരെ തല്ലുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ആണുങ്ങള് അങ്ങനൊന്നും ചെയ്യില്ല. ഏതായാലും അക്കാലത്തെ അണ്ണൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ തരക്കേടില്ലാത്ത കറികൾ ഉണ്ടാക്കാൻ അറിയാം അല്ലേ? കൊള്ളാമോ മാഡം? തരക്കേടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലുണ്ടായിരുന്ന ഒരു കഴുതയെ പറ്റി. എന്റെ കെട്ടിയോനെന്നും പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ വീട്ടില്. അങ്ങേരുടെ എന്തോ ഒരു കൈപുണ്യം നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഏതിലേക്കോ കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് രണ്ടാളും കൂടി എല്ലാം ഉണ്ടാക്കിയത്. എല്ലാം അരിഞ്ഞു കൊടുത്തത് ഞാനാ. ചേരുവകളൊക്കെ ചേർത്തത് അമ്മ തന്നെയാ. അതൊക്കെ നീയും പഠിക്കണം. കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മയെ കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. എനിക്കും അത്യാവശ്യം എല്ലാം അറിയാം. അല്ലെങ്കിൽ നീ അറിയും. ഇന്നേതായാലും സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞാ ഓടിപ്പിടച്ച് ഉമ്മറത്തേക്കങ്ങ് പോയി കളയരുത്. അടുക്കളയില് ശ്രദ്ധിക്കണം. ചില അവളുമാരുണ്ട് ഗ്യാസ് ഓണാക്കിയിട്ട് അങ്ങ് പോയി കളയും. വീടിന് ശാപമായ മരുമക്കളാണെങ്കിൽ കുഴപ്പമില്ല. തിരിച്ചു വന്ന് കത്തിച്ചാലേ അവളുമാരങ്ങ് കത്തി പൊയ്ക്കോളുമല്ലോ. എന്നാ വീട്ടിന് ആവശ്യമുള്ളവരാണെങ്കിൽ അതൊക്കെ പ്രശ്നമാ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. നാശം പിടിച്ചവള് എന്നെ കാണുവോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്യാസ് ഓണാക്കേണ്ടി വരും. എന്താ എന്താ നീ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താ
എന്താ മാഡം? ഈ പ്രായം കഴിഞ്ഞാ ഞാനും വന്നത്. മനസ്സിലായില്ലേ? ഇവർക്ക് ശരിക്കും വട്ടുണ്ട്. ഇവക്ക് മുഴുത്ത വട്ട. മാഡം കഴിച്ചിട്ടല്ലേ പോകുന്നേ? ഞാൻ കഴിക്കാനല്ല വന്നതെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് പറയാം. അത് നിന്റെ അമ്മയും കൂടി കേൾക്കാനുള്ളതാ. നീ വാ. ഇവൾ ആർക്കും ഒരു സ്വസ്ഥത കൊടുക്കത്തില്ലല്ലോ ഭഗവാനെ. എന്നുവെച്ചാ അച്ഛൻ ഇറങ്ങിപ്പോണോന്ന് അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞോ, എന്റെ അച്ഛൻ എപ്പോഴും എന്റെ അരികിൽ വേണമെന്നല്ലേ എന്റെ ആഗ്രഹം. അതെനിക്കറിയാം മോളെ. ഇനി ഏതായാലും അവൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഞാൻ സ്വർണ്ണം എടുക്കാൻ കൂടെ ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ചെറുക്കന്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല. പിന്നെ എന്തിനാച്ചാ എടിപിടിന്ന് സ്വർണ്ണം എടുക്കാനായിട്ട് പോകുന്നേ? അവര് വിഷുവിന് കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, പിന്നെ സ്വർണ്ണം എടുക്കണ്ടായോ? എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. സത്യം പറയാലോ, എന്റെ ഹൃദയം നിന്നു പോകാതിരുന്നത് ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. പിടിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവക്ക് എന്റെ മുമ്പിൽ വെളിച്ചപ്പാടാകാനൊന്നും പറ്റത്തില്ല മോളെ. അതിനുള്ള അർഹതയൊന്നും അവക്കില്ല. ഞാൻ എന്റെ വീട്ടിലെ അടുക്കളക്കാരനും അടിമയുമായിരുന്നു. അതിനെനിക്ക് ദൈവം തന്ന സമ്മാനമാ ദാ ഈ നിൽക്കുന്നത്. അതവിടെ മുഖത്ത് നോക്കി പറയാനേ എനിക്ക് ഒരു ഭയവും ഇല്ല. ഇനി കൂടുതലൊന്നും പറയണ്ട. കുറച്ചു മുൻപ് എന്താ അച്ഛൻ പറഞ്ഞെന്നേ എനിക്കറിയാം. അവരിങ്ങോട്ട് വന്നാ എന്റെ കയ്യിലിരിക്കുന്ന കറിക്കത്തി എടുത്ത് നെഞ്ചത്ത് കുത്തുന്നൊക്കെയാ പറഞ്ഞേ. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴോ ശബ്ദം കേട്ടില്ല. അതിനു മുൻപേ ഫ്രിഡ്ജിന്റെ മറവിൽ കയറി. എന്തായാലും ആ സമയത്ത് ഒളിക്കാൻ തോന്നിയല്ലോ. അതെ അതെ. ഇനിയിപ്പോ അവള് പോയിരിക്കുന്നത് അവക്ക് പറ്റിയ ഒരു പുലിമടയിൽ തന്നെ. ദോഷം പറഞ്ഞിട്ട് കാര്യമില്ല. കാട്ടിൽ തങ്ങാൻ പറ്റാത്തതുകൊണ്ട് പുലികളെല്ലാം നാട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയല്ലയോ. ആനയും കടുവയും കാട്ടുപുലിയും ഒക്കെ. അതിനെ മയക്കുവടി വെച്ച് കൂട്ടിലാക്കണം. അതിലും നല്ലത് വെട്ടിത്തെളിച്ച കാടൊക്കെ അതിനങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലയോ. അതെന്തിനാ ഇപ്പൊ പറഞ്ഞത്? അല്ല, സദാനന്ദന്റെയും കാർത്തിയുടെയും എന്റെ ഭാര്യ എന്ന് പറയുന്ന ഭാരത്തിന്റെയൊക്കെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ കടുവയെ ആനയൊക്കെ ഒന്ന് ഓർത്തുപോയതാ. എന്റെ മോൾക്ക് കയറി ചെല്ലുന്ന വീട്ടില് ജീവിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ നല്ല മിടുക്ക. അങ്ങനെയാ ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്. വളർത്തുഗുണം കൊണ്ടാ ഞാൻ പറഞ്ഞത്. മോളുടെ മരണവാർത്ത പെട്ടെന്ന് കേൾക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും. എടീ, എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയാതെ നിനക്ക് ഇത്തിരിയെങ്കിലും മാന്യതയുണ്ടെങ്കിൽ നിന്റെ മോളോട് പറ ബന്ധം പിരിയാൻ. അത് ജയലാലിനോട് നിങ്ങൾക്കും പറയാലോ. അവനെന്താ എന്റെ മോളെ ഒഴിയാത്തത്? അവനെ പോലെ ആണത്തില്ലാത്ത ഒരുത്തനെ എന്റെ മോൾക്ക് വേണ്ട. എന്റെ മോന് ആണത്തം ഉള്ളതുകൊണ്ടാ നിന്റെ മോളെ വേണ്ടാന്ന് വെച്ചത്. ആണിന് അപമാനമായിട്ട് ജനിച്ചത് നിന്റെ മോനടി. അതുകൊണ്ടാ അവൻ നിന്നെ പോലും തള്ളിക്കളഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നീ എങ്ങാനും ചികിത്സ തേടി അവന്റെ അടുത്തേക്ക് ചെന്നാറുണ്ടല്ലോ, ഒരൊറ്റ ഇഞ്ചക്ഷൻ, അതോടെ നിന്റെ കാര്യം ഡിം. അതാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. അന്ന് നിങ്ങളതെന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിന് കൃത്യമായി മറുപടിയും തന്നിട്ടുണ്ട്. നിങ്ങളുടെ 2 പെൺമക്കളും ഇപ്പോ ഒരുത്തിന് മരുമോനായി കെട്ടിയെഴുന്നള്ളിക്കാൻ പോകുന്നുണ്ടല്ലോ. അവനും കൂടി ചേർന്ന് നിങ്ങളെ വിഷം തന്ന് കൊല്ലാതിരുന്ന കൊള്ളാം. അവളും അവളുടെ പെൺമക്കളെ പോലെ കണ്ടവന്മാരുടെ പിന്നാലെ പോയിട്ട് വരുവാ. അങ്ങനെ പോകുന്നവർക്ക് മറ്റുള്ളവരെ കാണുമ്പോ അതൊക്കെ തോന്നുന്നേ. എന്തു പറഞ്ഞടി? അല്ല, അമ്മായിയച്ഛന് മരുമോളോടൊന്നും ചോദിക്കാനില്ലേ? എന്ത് ചോദിക്കാനാ? ഏകദേശം എല്ലാം പിടികിട്ടി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ചായ കുടിക്ക്. ആ പിന്നെ ഇവന്റെ അമ്മയും അച്ഛനും കേൾക്കാൻ വേണ്ടി തന്നെ പറയുക.
ഒരുപാട് തവണ എന്റെ മോളുടെ പിറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞതിന് ശേഷമാ എന്റെ മോള് സമ്മതം മൂളിയത്. അല്ല, അത് ഞാൻ സമ്മതിച്ചതിന് ശേഷം. എന്നൊന്നും പറയണ്ട. ആ വില്ലേജ് ഓഫീസറുടെ മോനെ വേറെ കെട്ടിയപ്പോഴാ നിങ്ങളും നിങ്ങളുടെ മോളും എന്റെ മോനെ മതിയെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഡോക്ടർമാരോടായിരുന്നു വലിയ താല്പര്യം. ഇന്നും എനിക്ക് ഡോക്ടർമാരോട് വലിയ താല്പര്യമാ. നാളെ ഒരു ഡോക്ടർ എന്റെ മോളെ ഇഷ്ടപ്പെട്ട് വരുവാണെങ്കിലേ ഞാൻ ചിലപ്പോ ആ ബന്ധം എടുത്തെന്നിരിക്കും. എനിക്ക് കാർത്തിയെ ഇപ്പൊ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇനി രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല. അല്ല, സദാനന്ദന്റെ പറച്ചില് കേട്ടാ തോന്നും എന്റെ കൊച്ചുവിനെ കെട്ടിയേ അടങ്ങത്തോളെന്നും പറഞ്ഞ് നടക്കുവാണെന്ന്. അല്ലേ മോളെ? പെൺവീട്ടുകാർ ആൺവീട്ടുകാരുടെ മുന്നിലെ ഇങ്ങനെ അധികാരത്തോടെ ഇരുന്ന് സംസാരിക്കില്ല. ഞാൻ വന്നപ്പോഴേ സദാനന്ദ പറഞ്ഞല്ലോ, എന്റെ മോളുടെയും സ്വഭാവം ഇങ്ങനെയാ. ഞങ്ങൾ ആണുങ്ങളുടെ മുന്നിലേ അടിമകളായിട്ട് നിൽക്കുന്ന സ്വഭാവക്കാരല്ല. എന്താടാ കർത്തി ഇത്? നീ ഇതൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലയോ? ആ, എവള് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വീട്ടിൽ വരുന്നവരോടെ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഇവൾക്കറിയാം. പക്ഷെ സദാനന്ദന് കുറച്ച് പണമുണ്ടെന്ന് കരുതി ആ പത്രാസ് ഞങ്ങളോട് കാണിക്കണോ? ശരി, ചായ കുടിക്ക്. അങ്ങനെ ചായ കുടിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ ഞങ്ങൾക്ക് കിട്ടേണ്ട മാന്യത കിട്ടണം. എന്താ നിന്റെ പേര്? ചന്ദ്രിക. ആ, എന്റെ ചന്ദ്രികയെ, ഇതിന് നിനക്കാ തല്ല് തരേണ്ടത്. വീട്ടിലുള്ള ആണുങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തേണ്ടതേ അവന്റെയൊക്കെ ഭാര്യമാരുടെ കടമയല്ലേ? എന്റെ വീട്ടിലെ ഇപ്പൊ ഇവളുടെ അച്ഛനില്ല. ഉണ്ടെങ്കി ഞാൻ കാണിച്ചു തരായിരുന്നു ഭാര്യമാരോട് എങ്ങനെയാ ഭർത്താക്കന്മാര് പെരുമാറേണ്ടതെന്ന്. അമ്മ ചായ കുടിക്ക്. ഏതായാലും സദാനത്തിന് അങ്ങനെ കേറിപ്പോയില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാർത്തി. അതുകൊണ്ട് ഇനി ചായ കുടിയൊന്നുമില്ല. നീ വാ മോളെ. അയ്യോ, വന്ന സ്ഥിതിക്ക് ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം. ഞങ്ങള് ചായ കുടിക്കാനൊന്നും അല്ല വന്നത്. ഈ വീടും വീട്ടിനകത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനാ. കൺകുളിർക്കെ കണ്ടു, തൃപ്തിയായി. ഇനി ഈ കല്യാണം വേണോ വേണ്ടയോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. വാ മോളെ. അവള് ജയിലിൽ പോയെങ്കിലേ അതിലൊരു അത്ഭുതവുമില്ല. കുറച്ചു നേരം കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോണ്ടി വന്നേനെ. അവളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട്. ആ പെണ്ണ് ശരിയല്ല. സദേട്ടൻ വന്നിട്ട് അവളൊന്ന് എഴുന്നേക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഭാഗ്യലക്ഷ്മി മക്കളെയും തോപ്പിക്കാൻ വേണ്ടിട്ട് ഇനി എന്തിനാ അവളെ കല്യാണം കഴിക്കുന്നത്? വില്ലേജ് ഓഫീസറുടെ മൂത്ത മോളും മരുമോനും തമ്മിൽ പിരിയാൻ പോണോന്നല്ലേ കേട്ടത്? പിന്നെ ഇവൻ എന്തിനാ ഈ പെണ്ണിന്റെ പുറകെ നടക്കുന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവനെന്താടി ഇപ്പൊ പറയുന്നേ? എന്തു പറയാനാ, ഇതുവരെ എല്ലാവരുടെയും മുന്നില് തലയെടുപ്പോടെ നിന്നവൻ ഇവരുടെ മുന്നിൽ കൈയും കാലും പിടിക്കാം ഈ കല്യാണം നടക്കാൻ വേണ്ടി. എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന് കോടികളുടെ ആസ്തിയില്ലേ? അവന് ചേരുന്ന ഒരു പെൺകുട്ടിയെ നമ്മള് കണ്ടെത്തി കൊടുക്കില്ലേ? പെൺകുട്ടികളൊക്കെ ജയിൽ പുള്ളിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് പിന്മാറുവാ. അതുകൊണ്ടായിരിക്കും ജയിൽ പുള്ളിയായ അമ്മയുടെ മകൾ മതിയെന്ന് അവൻ കരുതിയത്. കുറെ കൂടി ഞാനവിടെ നിന്നിരുന്നെങ്കിലേ ഇന്ന് തന്നെ ഈ ബന്ധം രണ്ടായി പോയനെ. ഇപ്പൊ തന്നെ രണ്ടാവൂന്ന് സംശയമുണ്ട് കാർത്തിക്ക്. രണ്ടാവുന്നെങ്കിൽ രണ്ടാവട്ടെ. ഭാഗ്യലക്ഷ്മി മക്കളെ തോപ്പിക്കാൻ വേണ്ടിട്ട് അതിലും വലിയൊരു ബോംബിനെ വീട്ടിനകത്ത് കയറ്റണോ? എനിക്ക് തോന്നുന്നില്ല സദേട്ടാ അവൻ ഇനി പിന്മാറുമെന്ന്. ഈ ബന്ധം നടന്നില്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടില്ലെന്നാ അവൻ പറയുന്നത്. അവൾ അവന്റെ അസ്ഥി കയറി പിടിച്ചെന്നാ തോന്നുന്നത്. അതിന്റെ അഹങ്കാരമാ അവളുമാര് കാണിക്കുന്നത്. എന്തായാലും അവള് മരുമോളായിട്ട് വന്നാ എനിക്ക് അവളെ കൊണ്ട് ഒരു സഹായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരുത്തിക്കും കൂടെ വെച്ച് വിളമ്പണം, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ മോനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അയ്യോ, വീട്ടിലെ കാറ്. വണ്ടി കയറിയിരിക്ക, പിൻസീറ്റിൽ കിടന്നാ മതി. എന്തൊരു ചൂടാ ചെറുക്ക. 2 കരിക്കും എടുത്തേ.
എന്തൊരു ചൂടാ. ചെറുക്ക 2 കരിക്കും എടുത്തേ. ഏട്ടൻ ഇവനെന്താ ഇവിടെ നിൽക്കുന്നേ? കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. കുറച്ച് ദിവസമൊന്നും ആയില്ല, 2-3 ദിവസം. എന്താ അത്രയും ദിവസം എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാതിരുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് മാത്രമല്ല, LLBക്കും പഠിക്കുന്നുണ്ട്. കോഴ്സ് ഉടനെ തീരും. അച്ഛനെ പോലെ ഒരു വക്കീലായിരിക്കുമോ? അത് പ്രതീക്ഷിക്കണ്ട. അച്ഛനെ പോലുള്ളവരെ കോർട്ടിൽ മുട്ടുകുത്തിക്കും. അതാണ് എന്റെ ആഗ്രഹം. ജയലാലിനെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. കാർത്തിയും അയാളുടെ പെങ്ങളും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും തടയണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അതിനിടയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലണമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ചെല്ലണ്ടെന്നാ ഞാനും പറയുന്നത്. അവളെ പോലൊരുത്തി ആ വീട്ടിലോട്ട് തന്നെ പോവേണ്ടത്. അതുകൊണ്ട് ദിയയുടെ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? എന്റെ ചേച്ചിക്ക് ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? ലാലേട്ടനും ദീപേച്ചിയും ഒന്നിച്ച് താമസിക്കുവാണെങ്കിൽ അവർക്കിടയിലേക്ക് ഇനി എന്തായാലും അവള് കടന്നു വരാൻ പോകുന്നില്ല. ഈ സദാനന്ദനും മോനും കോടികൾ ആസ്തിയുള്ള പെൺകുട്ടികളെയൊക്കെ നോട്ടമിടേണ്ടതാ. പിന്നെ എന്തുകൊണ്ടാണ് ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേറെ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാവും. അതെന്റെ അമ്മയോടും എന്നോടും ചേച്ചിയോടും ഒക്കെയുള്ള വൈരാഗ്യം കൊണ്ടാ. അതുകൊണ്ട് അവളെ കെട്ടി അവൻ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അനുഭവിക്കുന്നത് അവനാണോ അവളാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തമ്മിലടിച്ച് ആരെങ്കിലും ഒക്കെ തീരും. അല്ലെങ്കിൽ സദാനന്ദനെയും കാർത്തേയും കൊന്നിട്ട് ലാലേട്ടന്റെ അമ്മ വീണ്ടും ജയിലിലേക്ക് പോകും. ചിലപ്പോ തിരിച്ചും സംഭവിക്കാം. അത് തന്നെ ഞാനും മനസ്സിൽ കാണുന്നത്. ജയലാലി വിളിച്ചപ്പോഴും ഞാൻ തുറന്നങ്ങ് പറഞ്ഞു, ഈ കേസിൽ ഞാൻ ഇടപെടില്ല എന്ന്. ലാലേട്ടൻ ചേച്ചിയും കുട്ടി ഇപ്പൊ വീട്ടിലുണ്ട്. ഇടയ്ക്ക് ചേച്ചി എന്നെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഹരിതി എന്നൊരു പെൺകുട്ടി വന്നുകൊണ്ട് രണ്ടാളും രക്ഷപ്പെട്ടു അല്ലേ? അതെ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു നാടകവാ അവര് കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ദീപയും ജയലാലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എന്റെ ജീവൻ പോയാലും ശരി, അവരെ ആരെങ്കിലും ദ്രോഹിക്കുവാണെങ്കിൽ ആ ദ്രോഹിക്കുന്നവരെ ഞാൻ കൈകാര്യം ചെയ്യും. അതിപ്പോ ജയലാലിന്റെ അമ്മയായാലും ശരി, പെങ്ങളായാലും ശരി. രാഗിണിയും മോളും ഇടയ്ക്ക് വഴിയിൽ വെച്ച് വായിൽ തോന്നുന്നതൊക്കെ ബുള്ളറ്റിനെ വിളിച്ചു പറഞ്ഞു അല്ലേ? തനിക്കറിയാലോ, മുന്നിൽ നിന്ന് സംസാരിച്ചത് ജയലാലിന്റെ അമ്മയാണ്. രണ്ടാളും സ്ത്രീകളാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു. അവരുടെ സ്ഥാനത്ത് ആണുങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഉടഞ്ഞു വാരിയ ശരീരം നേരെയാവത്തില്ലായിരുന്നു. പിന്നെ നീയും ഇടയ്ക്ക് കോടതി ഇളക്കി മറിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഭർത്താവിനെ മുട്ടുകുത്തിച്ച കഥ. അതുകൊണ്ട് നോക്കിയിരിക്കുക അമ്മയും മക്കളും കൂടെ എന്റെ കൊച്ചിനെ തൊലയ്ക്കാൻ. എനിക്ക് അച്ഛനും അമ്മയും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ അത് മാറില്ല. പിന്നെ ഞങ്ങളൊക്കെ പല അച്ഛനമ്മമാർക്ക് ജനിച്ചാണോ? നിന്റെ സംസാരത്തിന്റെ പോക്ക് ആ വഴിക്ക. പിന്നെ നീ വലിയ ആരോഗ്യവതിയായ ഒരുത്തിയല്ലയോ? അതുകൊണ്ട് തല്ലാൻ വന്നാലും കൈ പിടിച്ചൊടിക്കുമല്ലോ. പിന്നെ തല്ലാൻ വരുമ്പോ കവള് കാണിച്ചു തരണോ? അങ്ങനെ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും ലാലേട്ടന്റെ അച്ഛൻ. അതുകൊണ്ടാ എല്ലാവരെയും തല്ലണോന്നൊക്കെ തോന്നുന്നത്. നിന്നോടൊക്കെ വാചകം ഒടിച്ച് ജയിക്കാനല്ല ഞാൻ വന്നത്. സദാനന്ദന്റെ വീട്ടിൽ പോയി കല്യാണാലോചനയൊക്കെ നടത്തി അതങ്ങ് ഉറപ്പിച്ചു. ഇനിയിപ്പോ ഈ ബന്ധം രണ്ടാക്കണം. ശകുനം മുടക്കിയായ നിന്റെ മോള് എല്ലാ അർത്ഥത്തിലും എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ മോൻ എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോണോന്ന്. അതിനെന്തായാലും ഞങ്ങൾ ആരും തടസ്സം നിൽക്കില്ല. പിന്നെ ബന്ധം പിരിയാതെ നിങ്ങൾ നിങ്ങളുടെ മോനെ കൊണ്ട് വേറൊരുത്തി കെട്ടിച്ചാലും നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ അവരെ പിന്നെ ശല്യം ചെയ്യാനൊന്നും വരില്ല. ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല. ആ ഉറപ്പ് എന്തായാലും നിങ്ങളുടെ മോന് കാണും. അതുകൊണ്ടാ നിങ്ങളുടെ മോൻ ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാത്തത്. താനം കുടിച്ചല്ലേ? ചെല്ലടോ, ചെല്ല്. ലാലേട്ടാ, ചെല്ലടോ, ചെല്ല.
മോൻ കെട്ടാൻ പോകുന്നതേ നല്ല കുടുംബത്തിൽ പിറന്നൊരു കൊച്ചിനെയാ. ചില്ല്. നിന്റെ മോളെക്കാളും കാണാൻ നല്ല ചന്തം ഉണ്ടായോണ്ട് അവളുടെ സമ്പത്തിനെ പറ്റിയൊന്നും അന്വേഷിച്ചില്ല. എന്റെ മോന് ഇഷ്ടം പോലെ കാശുണ്ട്. ആ പിന്നെ ഏതാണുങ്ങളെ കണ്ടാലും പിന്നാലെ പോകാത്ത അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെങ്കൊച്ചു മതി അവന്റെ ഭാര്യയായിട്ട്. അയ്യോ, നീ മുതൽ ഇതിനകത്തുണ്ടായിരുന്നു. ഈ മുതലേ കണ്ട് ഭയന്ന് അകത്തോട്ട് ഓടിയതാ. അതെടി, ഞാൻ മുതല തന്നെയാ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ടിന് വന്നോ ഞാൻ കടിച്ചു കുടഞ്ഞു നിൽക്കും. ഏതോ ചുടലേക്ഷി നിങ്ങളുടെ ദേഹത്ത് കേറിയതാ. ദേ നിൽക്കുന്നു ചുടലേക്ഷി, കള്ളിയം കാട്ട് നീലി. ഭർത്താവിനെ അടി. അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് നിങ്ങളൊക്കെ അങ്ങ് പോവുമല്ലോ, അപ്പോഴും അവൻ എന്റെ അരികിൽ തന്നെ കാണുന്ന. എന്നിട്ടാ ഒരു ദിവസം പോലും എന്നെ അവൻ വിളിക്കാത്തത്. അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്കൊക്കെ അറിയാതെ പറഞ്ഞു പോവില്ലേ മോളെ? അതുകൊണ്ട് ഇപ്പൊ എന്താ അമ്മേ, അതിലും ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള കുറെ ആൾക്കാരെ നമുക്ക് കിട്ടിയില്ലേ? ലാലേട്ടൻ, ജഗൻ, രചന, അവരെയൊക്കെ കൂടാതെ ഒരാളെ കൂടി നമുക്കിപ്പൊ കിട്ടിയിട്ടുണ്ട്. അമ്മ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ ആ പെൺകുട്ടിയെ. ഹരിതയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ മോളോട് ഇങ്ങോട്ട് വരാൻ പറയണം. എനിക്കതിനെ കാണണമെന്നുണ്ട്. അതിന്റെ ഭാവിയെ പറ്റി പോലും ചിന്തിക്കാതെയാ അത് ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നെ. ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ എനിക്ക് ആത്മവിശ്വാസം തരുന്ന ഹരിതയാ. പിന്നെ ലാലേട്ടന്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മോള് ഹരിതയുടെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ദൈവങ്ങളുടെ മുമ്പിൽ പോയി നിന്നിട്ടെ ആരുടെയും ശരീരം തളർന്ന് കിടക്കാനും നാക്കെടുക്കാൻ കഴിയാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കിടക്കാനും ഒന്നും പ്രാർത്ഥിക്കാറില്ല. എന്നാ ഇപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ചേച്ചിയുടെ അമ്മായി അമ്മയുടെ കാര്യത്തിൽ. ലാലേട്ടന്റെ അമ്മയാണ് എങ്കിലും മനുഷ്യന്റെ ഒരു സ്വഭാവം ഇല്ലാത്ത അവരെ ഏതെങ്കിലും ഒരു മൂലയില് ചുരുണ്ട് കിടക്കണം. എങ്കിലേ അവരുടെ ആൺമക്കൾക്കും മരുമക്കൾക്കും പാവപ്പെട്ട അച്ഛനും ഒക്കെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും. ആരും അങ്ങനെ പറഞ്ഞു പോവും മോളെ. അത്രയ്ക്ക് അവരുടെ സ്വഭാവം മോശമായിപ്പോയി. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ അവരെ കാണിച്ചേ പറ്റൂ. അതിനാര് ശ്രമിച്ചാലും അവരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. അങ്ങനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ ആ ഡോക്ടറുടെ ഓ, ഇവിടെ ഉണ്ടായിരുന്നോ നീ? ഞാൻ ഷോറൂമിൽ ചെന്നപ്പോ രണ്ടിനെയും കണ്ടില്ല. എന്നിട്ട് ഇവിടെ നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ സംശയിച്ചേനെ. ഒരുത്തിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുവാണെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചേനെ. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? ഒരു സ്ഥാപനം തുറന്നു വെച്ചിട്ട് രണ്ടും കൂടി അങ്ങ് ചുറ്റിക്കറങ്ങുമല്ലേ? അല്ല മാഡം, അത് പിന്നെ. എന്ത് പിന്നെ? എടി സുകന്യേ, നീ വേണം ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. ആ സ്ഥാപനം ഉണ്ടെങ്കിലേ 3 നേരം എന്തെങ്കിലും വെട്ടി വിഴുങ്ങാൻ പറ്റൂ. ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു അമ്മേ, ഇടയ്ക്കൊന്ന് ഇറങ്ങിയതാ.
ഇനി ശ്രദ്ധിച്ചോളാം മാഡം. ആ, ഞാൻ നിന്റെ മുൻ ഭാര്യയുടെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. ആ വില്ലേജ് ഓഫീസർ അഴിഞ്ഞാട്ടക്കാരുടെ വീട്ടില്. പൂതനെ അവതരിച്ചല്ലോ. അവിടെ ചെന്നപ്പോഴേ അവിടെ നീ അടിക്കുന്ന സ്പ്രേയുടെ നല്ല മണം. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, നീ അവിടെ ചെന്നിട്ടുണ്ടോന്ന്. എന്റെ അമ്മേ, ഞാൻ ദീപയ്ക്ക് എന്റെ ഒരുപാട് സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അതവിടെ ആരെങ്കിലും അടിച്ചു കാണും. ആരെങ്കിലും അല്ലടാ, അവള് തന്നെ. അവളവിടെ ഉണ്ടായിരുന്നു. നീ കൊടുത്തതൊന്നും ആയിരിക്കത്തില്ല. എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കാണും. കള്ളിയടാ, പേരും കള്ളി. ആ, അതുപോലെ നീയും ആവരുത് കേട്ടോ. ആ, എന്നാ പിന്നെ നീ ഇവിടെ നിന്ന് ചുറ്റിത്തിരിയണ്ട, പോയേ. ശരി അമ്മേ. ആ മാഡം ഇരിക്കണം. ഇന്നെന്താ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ട് മാഡം. എന്തൊക്കെയുണ്ട് കഴിക്കാൻ? എല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാ മീൻകറി ഉണ്ടോ? ആ ഉണ്ട്. എന്നാ പിന്നൊന്ന് കൈ നനച്ചേക്കാം. ആ, ആദ്യം അടുക്കളയിലൊന്ന് നോക്കട്ടെ. നീ വാ. അയ്യോ, അച്ഛാ, മോളെ ശ്വാസം പിടിച്ച് നിൽക്കല്ലേ? എടി, അവൾ വെട്ടിപിഴിഞ്ഞ് കഴിഞ്ഞില്ലേ? കഴിച്ചോണ്ടിരിക്കുക. പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു. ഓ, കലബിലാൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. കലപിലെന്നല്ല പറഞ്ഞത്. എന്റെ കെട്ടിയോരെന്ന് പറഞ്ഞ വായി നോക്കിയുടെ പാചകം നല്ലതായിരുന്നു. അതിന്റെ ഒരു ടേസ്റ്റ് ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിലുണ്ടെന്ന്. വായി നോക്കി അവിടെ അച്ഛൻ. ആ, ഇങ്ങനെ അവനും പറഞ്ഞത്. ഇവിടോട്ടെങ്ങാനും ദീപേച്ചിക്ക് സപ്പോർട്ടായിട്ട് വന്നാലേ അച്ഛന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കും. അവളുടെ അച്ഛനും അമ്മയും ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിലേ രണ്ടിനെയും കൂട്ടിയിട്ട് കത്തിച്ചേനെ ഞാൻ. ആ രണ്ടെണ്ണം കൂടാ തലയ്ക്ക് വെളിവില്ലാത്ത അവളെ എന്റെ തല കെട്ടിവെച്ചത് അറിയാവോ? ഓ, ഭക്ഷണത്തോട് ഇത്രേ ആർത്തിയോട് ഒരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിലോട്ട് ഇരച്ചു കയറുന്നത്. മൃഗങ്ങളെ പോലെ തന്നെയാ മോളെ അവിടെ സ്വഭാവം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഏമ്പൊക്കെ മുട്ടോട്ട് ഇറങ്ങിപ്പോയിക്കോളൂ. മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എടി, അവിടെ അടുത്തൊന്നും അറിയാ, അവക്ക് സംശയം തോന്നും. പിന്നെ അവിടുന്ന് പോകത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലയോ, ജയം വന്നു എന്നറിഞ്ഞപ്പോ തന്നെ അവൾ ഓടിയെത്തിയത്. ഓരോ ദിവസവും അവര് വരുമ്പോഴും ഞാനും അമ്മയും പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞതിനേക്കാളും ഭീകര ജീവിയാണ് അച്ഛന്റെ ഭാര്യയെന്ന്. ഇതൊന്നുമല്ല മോളെ അവിടെ മട്ടും പാവൂ. ഒരു ഇരുമ്പ് വഴി കരുതി വെച്ചിരിക്കുക അച്ഛനെ കാണുമ്പോ അച്ഛന്റെ തലയിലടിച്ച് പൊട്ടിക്കാൻ. അത് പിടിച്ചു മടിച്ചേ ഞാനായിരിക്കും അവിടെ തലമണ്ടി അടിച്ചു പൊട്ടിക്കാൻ പോകുന്നത്. അവരുടെ സംസാരം കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. എടി, അതവക്ക് മനസ്സിലാകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഒരു കാര്യവുമില്ലാതെ ഓടിപ്പോയി ദീപമോടെ വീട്ടിലേക്ക്. മരുമോളെ തള്ളിക്കളഞ്ഞവള് പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്തുവാ? എന്നാലും പോകും. ആൾക്കാരുടെ ചോര കുടിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളവക്ക്. അതെ, ഏതായാലും അച്ഛന് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതുപോലുള്ള ഒരാളോട് ഇത്രയും നാളും പിടിച്ചു നിന്നില്ലേ? ഇനി ഇങ്ങോട്ടെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ആ, നിന്റെ അമ്മായച്ചൻ ഒരു കെട്ടിടമൊക്കെ എടുത്തു തന്നു. ഉടൻ തന്നെ അവിടെ ഒരു ക്ലിനിക്കും തുടങ്ങും. ആട്ടെ, ഈ വിവരം നിന്റെ അമ്മയെ അറിയിക്കുന്നില്ലേ? ഇല്ല, വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അച്ഛാ. എടാ, നീ അവളെ വിളിച്ച് വരുത്ത്. എന്നിട്ട് നിന്റെ നേട്ടങ്ങളൊക്കെ അവളെ കാണിച്ചു കൊടുക്കും. നയനയ്ക്ക് വേണ്ടിയിട്ടാ അവളുടെ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് അച്ഛനമ്മമാരൊക്കെ. മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പണം ചെലവാക്കും എന്ന് കരുതി അതൊക്കെ കൊട്ടി കൊഴിച്ചാരും നടക്കാറൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നേരി കണ്ട് മനസ്സിലാക്കാനാ അവളോട് അങ്ങോട്ട് വരാൻ നീ വിളിക്കണമെന്ന് പറഞ്ഞത്. എടാ, അവള് വരട്ടെ ഉദ്ഘാടനത്തിന്. വേണ്ട അച്ഛാ, അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും തല്ലുകൂടേണ്ടി വരും. ഒരിക്കൽ തല്ലിയേണ്ട അനുഭവം അവര് മറന്നു കാണില്ല. അന്നൊരു ഗുണ്ട വിചാരിച്ചില്ലായിരുന്നെങ്കിൽ
അവരിപ്പോ ജയിലിൽ കിടന്നേനെ. തല്ല് കിട്ടുന്നു പറഞ്ഞ് അങ്ങോട്ട് പോവാതിരിക്കണ്ട, അവിടെ പോണം. എന്നിട്ട് നമ്മള് താഴോട്ടല്ല മുകളിലോട്ടാണെന്ന് അവരെ അറിയിക്കണം. എന്ത് സംസാരിക്കുന്നാടാ? ഒരു ചുക്കം സംഭവിക്കാൻ പോണില്ല. ഏത് നേരവും മകനെ പഠിപ്പിച്ചു വളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എച്ചക്കണക്കം പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ അമ്മേ അറിയണം നയനയ്ക്ക് വേണ്ടി അവളുടെ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഏതാണ്ട് പുണ്യപ്രവൃത്തിയാണെന്ന് അവരുടെ വിചാരം. അതെ, ഞാൻ എന്റെ അച്ഛനോട് ഒരു ആവശ്യം പറഞ്ഞ ക്ഷണ നേരം കൊണ്ട് അച്ഛൻ അത് സാധിച്ചു തരാറുണ്ട്. എന്റെ അച്ഛൻ അതത്ര വലിയ ആനക്കാരിയൊന്നും അല്ല. മോള് പറഞ്ഞതാണ് സത്യം. എടാ ദിലീപ്, നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. നിന്റെ ബുദ്ധിയും കഴിവുകൊണ്ടാണ് നീ ഡോക്ടറായിട്ട് മാറിയത്. അല്ലാതെ പൈസ കൊടുത്തിട്ടല്ലല്ലോ അവൾ MBBS നിനക്ക് വാങ്ങിച്ചു തന്നത്. നീ നല്ല അന്തസ്സായി പഠിച്ച് എക്സാം എഴുതി പാസ്സായിട്ടല്ലേ? അത് എടാ, മക്കള് ഡോക്ടറാകുമെന്ന് അറിഞ്ഞാ ഇനിയിപ്പോ കടം വാങ്ങിയിട്ടാണെങ്കിലും വീട് വിറ്റിട്ടാണെങ്കിലും മാതാപിതാക്കൾ അത് തന്നെ ചെയ്യും. എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടം വരെ ഒന്ന് പോണം. തോലഞ്ഞു. ഇവക്ക് ആഹാരം കഴിച്ചിട്ടങ്ങ് പോയാ പോരായിരുന്നു. ഇവിടെ വന്ന് കിടക്കണോ? ഇവളെ എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്നാ തോന്നുന്നത്. ഇപ്പൊ അങ്ങോട്ട് തന്നെ ഇവിടെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിക്കാ വേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോയി കുഴിച്ചു മൂടണം. ഇനി ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് എന്നെ പിടിക്കാനായിട്ട് വന്നതാണോ? ഇവിടെ മനസ്സിൽ എന്താണെന്ന് ദൈവത്തിനു പോലും അറിയത്തില്ല. ആഹാരം കഴിച്ചിട്ട് കിടക്കുന്ന കണ്ടില്ലേ? പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ. എന്തിനടി ഉറക്കത്തി ശല്യപ്പെടുത്തിയത്? അല്ല, ജുവലറി പോണെന്ന് പറഞ്ഞതുകൊണ്ട്. അതെ, ഈ ഉറങ്ങിക്കഴിഞ്ഞാ എഴുന്നേക്ക ഇത്തിരി പാടാ. ഈ കയ്യിലൊന്ന് പിടിക്കടി. നോക്കി നിൽക്കാതെ പിടിക്കടി. ഇവിടെ മരപ്പട്ടിയുടെ ശല്യമുണ്ടോ? അറിയില്ല. രാത്രി ഇടയ്ക്ക് പുറത്ത് ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ ഒരു മണമുണ്ട് ഇവിടെ. തട്ടുണ്ടോ ഇവിടെ? ആ, പിന്നാമ്പുറത്തെ ഒരു മുറിയില് തട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു മരപ്പെട്ടി ഉണ്ടാവും. എന്റെ വീട്ടിലൊരു മരപ്പെട്ടി ഉണ്ടായിരുന്നു. അയാൾ ഇതിനെങ്ങാനും കണ്ടാലേ വാലി തൂക്കി എടുക്കാൻ മിടുക്കനാ. മരപ്പെട്ടി നിന്റെ അച്ഛൻ അങ്ങനെ 4-5 പിടിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ? പട്ടാളത്തിലായിരുന്നു എന്നുള്ള പേരേ ഉള്ളൂ. അവിടുത്തെ കുക്കായിരുന്നു. യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. പിന്നെ പറയുമ്പോ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. അയ്യോ, ആ കഴുതേ തോക്ക് കണ്ട ഓടും. ഒരു ദിവസം നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുവടി കളി. മോളവിടെ റെഡിയായി നിൽക്കായിരിക്കും. അവക്കാണെങ്കിലേ സമയം താമസിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ദേഷ്യം വരും. അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വന്നത്. അല്ല, നിനക്ക് ഈ ഡ്രസ്സ് ഇടാൻ കണ്ടുള്ളൂ. എടി, എന്റെ ഒരു ഗെറ്റപ്പും ആഡംബരവും ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരണ്ടേ? ഇനിയിപ്പോ ഒന്നുകൂടെ ഒരുങ്ങണോ? ഇനിയിപ്പോ വേണ്ട. എന്തായാലും 4 ആള് കാണുമ്പോ മരുമോളാകാൻ പോകുന്ന കൊച്ചാണെന്നൊന്നും ഞാനിപ്പോഴൊന്നും പറയത്തില്ല. ദേ, എന്റെയും ചാരുവിന്റെയും കൂടെ നീ ഇപ്പൊ നടന്നാല് വീട്ടിലെ വേലക്കാരിയാണെന്നേ തോന്നും. എന്തായാലും ജയലാലിന് നിന്നെ ഇഷ്ടപ്പെട്ടതേ നിന്റെ മഹാഭാഗ്യം തന്നെയാ.
ദേ ഇനിയിപ്പൊ അവന്റെ മുന്നിലേക്ക് പോകുമ്പോഴേ ഇത്തിരിയൊക്കെ വൃത്തിയോടെയും വെടിപ്പോടെയൊക്കെ പോണം. ദേ ആൺകുട്ടികളുടെ ഇഷ്ടമൊക്കെ പോവാനേ ഒരു നിമിഷം മതി. കിട്ടിയത് ലോട്ടറിയാണെന്ന് കരുതി നീ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. അല്ല നിന്റെ അമ്മ എവിടെ? അമ്മ പറമ്പിലുണ്ട്. അവളിനി സ്ഥിരമായിട്ട് ഇവിടെ കാണുവോ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അമ്മയും. അതുകൊണ്ട് കുറച്ചു ദിവസം അമ്മ ഇവിടെ കാണും. അവളെ ഇവിടെ നിർത്തിക്കോ. കല്യാണം കഴിയുന്നത് വരെ മതി. അല്ലാതെ വേറെ ജോലിക്കാരെ ഒന്നും വെച്ചിട്ട് എന്റെ മോന്റെ പൈസ കളയണ്ട. പിന്നെ നിന്റെ അമ്മയ്ക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത്ര നിന്നെ കാണാനല്ല വന്നത്, ഞാൻ എന്റെ അമ്മയെ കാണാനാ വന്നത്. അമ്മയ്ക്ക് നിങ്ങളെ ആരെയും കാണണ്ട. അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറ്റിട്ട് വന്നിരിക്കുന്നു. ഒരു നല്ല കാര്യം പറയാനാ വന്നത്. നീയൊക്കെ പറയുന്ന നല്ല കാര്യം എന്താന്നേ ഇവിടെ എല്ലാവർക്കും അറിയാം. അമ്മ നിന്റെ മാത്രമല്ലല്ലോ, അതുകൊണ്ട് അമ്മയെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാനിവിടെ വരും. എന്തിനാ വരുന്നത്? അമ്മയെ കൊല്ലാതെ കൊല്ലാനല്ലേ ഈ വരവ്? അമ്മയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ആരും കൊല്ലാതെ കൊല്ലത്തൊന്നുമില്ല. ഇപ്പൊ മോനും മരുമോൾക്കും സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ. എന്റെ അമ്മ ഒഴിവാക്കി കളഞ്ഞ് ഞങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ഒരാള്. അയാളുടെ ഉപദേശം കേട്ടും അയാളെ സ്നേഹിച്ച് മുന്നോട്ട് പോയാ പോരെ? വെറുതെ വഴക്ക് കൂടാനായിട്ട് ഇങ്ങോട്ട് വന്ന അതിനിവിടെ ആർക്കും സമയമില്ല. വക്കീലാവാൻ പോകുന്നവളാ, ഉടനെ പരീക്ഷ കഴിയും. അതിന്റെ റിഹേഴ്സലാ ഇപ്പൊ കണ്ടത്. റിഹേഴ്സലൊന്നും അല്ല. ഞാൻ വക്കീലിന്റെ കുപ്പായം ഇട്ട് കഴിഞ്ഞാല് അച്ഛനെ പോലെ ഒന്നും ആവില്ല. പണത്തിന് വേണ്ടി ഏത് വൃത്തികെട്ട കേസും ഞാൻ ഏറ്റെടുക്കില്ല. എന്നാ ഇവളെ പോലെ കുടുംബത്തിലുള്ളവരെ ദ്രോഹിക്കുന്നവര് എന്റെ മുന്നിൽ കോർട്ടിൽ വന്ന അവരെ ഞാൻ വെറുതെ വിടത്തുമില്ല. നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടിയാലേ കയ്യില് പൈസ വന്ന് കേറത്തില്ല. കാലണയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കഴുത്തറക്കുന്ന കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ലടി. അതുപോലെ സമ്പത്ത് കാണുമ്പോ ഇയാളെപ്പോലെ അമ്മയും സഹോദരങ്ങളെയും ഞാൻ തള്ളിക്കളയുകയില്ല. ആദർശം ഒരുപാട് ഇവക്ക്, അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. നീ വന്നേനെ. ദേ അമ്മയുടെ അടുത്തോട്ട് പോകുന്നതൊക്കെ കൊള്ളാം, അറിയാലോ. അമ്മയ്ക്ക് വയ്യാതിരിക്കെ വെറുതെ അമ്മയുടെ തലയിലെ ഭാരം കൂട്ടരുത്. അമ്മയുടെ തലയുടെ ഭാരം കൂട്ടുന്നത് ഞാനല്ല, അമ്മയുടെ 2 പെൺമക്കളാ. ഒരുത്തി എവിടേക്കോ ചുറ്റിത്തിരിയുന്നു, വേറൊരുത്തി ഒരു ഗുണ്ടയ്ക്ക് പിന്നാലെ നടക്കുന്നു. അതേടി, പക്ഷേ ഞങ്ങൾ ആരുടെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞാലും അവർക്കൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും. ഇയാളെപ്പോലെ ആവില്ല, പിന്നെ നിന്നെ പോലെ. നീ നിന്റെ ഇഷ്ടത്തിന് ഇവളെ പോലൊരു തല്ലിപ്പൊളിയെ കല്യാണം കഴിച്ചു. ഇനി ഇവൾക്കൊപ്പം നീ ജീവിച്ചോ. പക്ഷെ ഒരു കാരണവശാലും ഈ പാഴിനെയും കൊണ്ട് ഈ വീടിന്റെ പടി കടന്നു വരരുത്. വിളിച്ചോണ്ട് പോടാ ഇവളെ, പോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറെ കണ്ടതാടി, അതുകൊണ്ട് നീ ഇനി അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. വില്ലേജ് ഓഫീസറായിരുന്നപ്പോ പരിധി വിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു. കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിലേ ഈ വാടക വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരില്ലായിരുന്നു എനിക്ക്. പക്ഷേ പണത്തിനും പത്രാസിന് പിന്നാലെ ഞാൻ പോയിട്ടില്ല. ആ എന്റെ മുന്നിൽ വന്നു നിന്ന് അച്ഛനും അമ്മയും വളർത്തി വഷളാക്കിയ നിന്റെ വൃത്തികെട്ട നാവ് ഈ രീതിയിൽ ചിലച്ചാലുണ്ടല്ലോ, കോരിക്കത്തി വെച്ച് അരിയും ഞാൻ. പൊയ്ക്കോ, വിളിച്ചോണ്ട് പോടാ. ഇനി ഈ പടി കടന്ന് വരണ്ടെന്നല്ലേ പറഞ്ഞത്? വരില്ല ഞാൻ. ഈ വീടുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവുമില്ല. ബെസ്റ്റ്. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? നയന മരുമോളായിട്ട് ആ വീട്ടിലേക്ക് കയറിയതിനു ശേഷം ഒരു ദിവസമെങ്കിലും നിന്റെ അമ്മയും പെങ്ങന്മാരും അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഒരു നല്ല ഭക്ഷണമെങ്കിലും അതിന് കൊടുത്തിട്ടുണ്ടോ? അവളെന്താ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നാണോ? അച്ഛാ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോകണ്ടെന്ന്. അപ്പോ അവള് നിർബന്ധിച്ചിട്ടല്ലേ അങ്ങോട്ട് പോയത്. പിന്നെ അച്ഛനും. എന്തായാലും നീ ഇപ്പൊ പോയത് നന്നായി എന്നേ ഞാൻ പറയൂ. എന്താ കാര്യം? ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ട് നിനക്ക് അവരുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കാൻ പറ്റും. മോനെ, അമ്മയും പെങ്ങന്മാരെയും മറന്നു ജീവിക്കുന്നതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ലത്. ഇട ഒക്കെ അഹങ്കാരികളാടാ, ഭൂലോക അഹങ്കാരികൾ. ഞാൻ എന്റെ പെങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ്
അമ്മയൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. പിന്നത് വേണ്ടാന്ന് തോന്നി. പിന്നീട് അച്ഛനും അവളും കൂടി നിർബന്ധിച്ചപ്പോ എനിക്ക് തോന്നി അമ്മയൊന്ന് അറിയിക്കാന്ന്. അറിയിക്കാൻ ചെന്നപ്പോ നിന്റെ അമ്മ എന്താടാ ചെയ്തത്? നിന്നെ അടിച്ചു, വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യയെ മോശപ്പെട്ട സ്ത്രീയായിട്ട് ചിത്രീകരിച്ചു. പൊന്നു മോനെ, സ്വന്തം ഭാര്യയെ താറടിക്കുമ്പോഴേ അവൾ ഇതമ്മേ ചുക്കാപ്പിയാ. ഇപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പ്രഷർ ഒരുപാട് ലോ ആണെന്നാ തോന്നുന്നേ. തലയുടെ പുറകുവശത്തൊക്കെ വെട്ടിപ്പൊളിയുന്ന വേദനയുണ്ട്. എത്ര വെള്ളം കുടിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. ലോ പ്രഷർ അല്ല ഇപ്പൊ അമ്മയുടെ പ്രശ്നം. ഏട്ടനും അവൾ ഇവിടെ വന്നതിന്റെ വേദന ഏത്? വന്നതുകൊണ്ട് കുഴപ്പമില്ല മോളെ. പക്ഷേ എന്തൊക്കെയാ സംസാരിക്കുന്നത്? എങ്കിലും എനിക്ക് സന്തോഷമായി. അയാളുടെ കരണത്തൊന്ന് കൊടുത്തല്ലോ. അവളുടെ കരണത്തൂടി ഒന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു. അങ്ങനെ പൊട്ടിച്ചപ്പോഴല്ലേ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായത്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ബുള്ളറ്റിന്റെ മുഖം ഓർത്തു കഴിഞ്ഞാലേ അവൾക്ക് കേസ് കൊടുക്കാനൊന്നും തോന്നത്തില്ല. ക്ലിനിക്ക് തുടങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്. അപ്പോഴ് അവളുടെ അച്ഛനൊക്കെ അവിടെ കാണും. കരണത്ത് പാടുമായിട്ട് നിൽക്കുന്ന മകളെ അയാൾ കണ്ടേനെ. ശാസിക്കാതെയും തല്ലാതെയും വളർത്തിയതല്ലേ. അതുകൊണ്ട് ഇനി മറ്റു പലരും അവളുടെ കരണത്ത് കൈവയ്ക്കുമായിരുന്നു. അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനിങ്ങോട്ട് അവളെയും കൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ചെങ്കിലും അവൻ വന്നപ്പോ ഇത്തിരി ആശ്വാസം തോന്നിയതാ. എന്നാ പോകാൻ നേരത്ത് ഇനി ഇങ്ങോട്ട് പടികടന്ന് വരില്ലെന്നാ പറഞ്ഞത്. അതിപ്പോ അമ്മയും പറഞ്ഞല്ലോ പടി കടന്നു വരരുതെന്ന്. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അവന്റെ അമ്മയല്ലേ ഞാൻ. അപ്പോ എന്നോടങ്ങനെ തിരിച്ചു പറയാൻ പാടുണ്ടോ? അയാളുടെ സ്വഭാവം അതാ അമ്മേ. അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ അമ്മ അതേപറ്റി ഓർത്ത് വെറുതെ തലയ്ക്ക് ഭാരം കൂട്ടണ്ട. അവന് ക്ലിനിക്കും വീടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ ബിൽഡിംഗ് എടുത്തു കൊടുത്തു എന്നൊക്കെയാ പറയുന്നേ. ഒരു ഹോസ്പിറ്റൽ ഇട്ടു കൊടുത്തിട്ട് എന്താ കാര്യം? എല്ലാം അവളുടെ പേരിലായിരിക്കും. അയാൾ പേഷ്യൻസിനെ നോക്കുന്ന പൈസ മുഴുവനും അവളായിരിക്കും വാങ്ങിച്ചെടുക്കുന്നത്. അമ്മയുടെ അധ്വാനം കാണാതെ പോയ മകന് എന്തായാലും സുഖിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. അവൻ നന്നാവണമെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ മോളെ. അതിനാദ്യം അയാളുടെ മനസ്സ് നന്നാവണം, എന്നാലേ രക്ഷപ്പെടൂ. കോവിഡ് എന്ന മഹാമാരി വന്നപ്പോ എന്തിനാ പണമൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നതെന്ന് എല്ലാവർക്കും തോന്നിയതാ. എന്നാലത് മാറിയപ്പോ അതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും മോശമായി മനുഷ്യന്റെ സ്വഭാവം. അത് മോള് പറഞ്ഞത് 100% സത്യ. പണത്തോടുള്ള ആർത്തി എല്ലാവർക്കും കൂടി, വർഗീയത കൂടി, കുത്താനും വെട്ടാനും മനുഷ്യന് മടിയില്ലാതായി. അവിടെയൊക്കെയാണ് ജഗനെ പോലുള്ളവരെ നമ്മൾ സ്തുതിക്കേണ്ടത്. എടാ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ഞാനുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ അതിലൊന്നും നീ ഇടപെടണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തിനോടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? കെട്ടാൻ പോകുന്ന പെണ്ണരികിലുണ്ട്. അകത്ത് പോയി നിങ്ങക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ചെല്ലരുതേ. എനിക്ക് അങ്ങനെ ഒന്നും. ഏട്ടന് സംസാരിക്കാൻ കാണുന്ന്. അവര് ഷോറൂമിൽ വെച്ച് കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. പിന്നെ എന്തുവാ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്? എന്നാലും അതല്ലല്ലോ അമ്മേ. ഇവിടെ ആദ്യമായിട്ട് ഹരിത വന്നതല്ലേ. ചെല്ല് ഹരിതേ. ഏട്ടൻ പോകുന്ന കണ്ടില്ലേ, നീ ചെല്ല്. നീ എന്ത് പണിയാ മോളെ കാണിച്ചത്? ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? പോട്ടെ അമ്മേ, അവര് തമ്മില് കൂടുതൽ എടുക്കട്ടെ. ഇപ്പൊ തന്നെ ഏട്ടന് നല്ല മാറ്റമുണ്ട്. എന്നാൽ ഇവള് മറ്റവളെ പോയി കണ്ടല്ലോ. കണ്ടപ്പോ ദേഷ്യത്തിലല്ലേ അവള് സംസാരിച്ചത്. ബന്ധം പിരിയുന്നതില് അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പിരിഞ്ഞാ മതി. എന്റെ മോനൊരു ക്ലിനിക്ക് തുടങ്ങാൻ പോവാ. വലിയ പരസ്യമൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും പരമാവധി മൗത്ത് പബ്ലിസിറ്റി കൊടുക്കണം. അവൻ മെടുക്കനാ. അതുകൊണ്ട് അവനെ കാണാൻ വരുന്ന പേഷ്യൻസിനൊന്നും നിരാശയോടെ മടങ്ങി പോകേണ്ടി വരില്ല. ചാരുവിനെ വക്കീലിനെ മോൻ കല്യാണം കഴിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ദിലീപിനോട് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അയാൾ വേറെ കല്യാണം കഴിച്ചതോടെ എനിക്ക് അവനോട് ശത്രുതയൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് മാക്സിമം സഹായം നീ ചെയ്തു തരണമെന്ന്. പിന്നെ നിങ്ങളുടെ ശത്രുക്കൾ ഈ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് അവിടെ കാണില്ല.
എന്റെ മോനും മരുമോളും ഭാഗ്യത്തെയും മക്കളെയും വിളിക്കണ്ടെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ അത് നല്ല തീരുമാനമാണ്. അതിന്റെ ഐശ്വര്യം വക്കീൽ സാറിന്റെ മോനുണ്ടാവും. ദിലീപ് കല്യാണം കഴിച്ചത് ഒരു കോടീശ്വരിയാ. അവളുടെ അച്ഛനാ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓ, അതുകൊണ്ട് അവള് പറയുന്നതേ അവൻ കേൾക്കൂ. മോൻ ഡോക്ടറായിട്ട് വന്നിട്ട് ജീവിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അമ്മയും മക്കളും. ഇപ്പൊ ജീവിക്കുന്നത് പോയിട്ട് കെട്ടിച്ചു വിട്ട ഒരുത്തിയുടെ ഭാവി കൂടി തുലഞ്ഞു. പിന്നെ ചാരുവിന്റെ അമ്മ വീട്ടിൽ വന്നപ്പോ അച്ഛനുമായിട്ട് ചെറിയ ഉരസലൊക്കെ ഉണ്ടായിരുന്നു. വക്കീൽ സാറിന് അച്ഛനെ കാണണം. എന്നിട്ട് അച്ഛന്റെ ഉള്ളിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതൊന്നെടുത്ത് കളയണം. എന്തായാലും എന്റെ ഭാര്യയായിട്ട് അവള് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് പറയുമ്പോ എല്ലാം പറയണമല്ലോ. രാഗിണിയുടെ മോള് ഡേഞ്ചറാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ആറ്റം ബോംബിനെയാണ് നീ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാൻ പോകുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതൊന്നുമല്ലല്ലോ സാറേ. അവളുടെ അമ്മയെ പോലെ തന്നെ ഞാനും ഒരു ജയിൽ പുള്ളിയാ. പിന്നെ അവളുടെ ആ തന്റേടുണ്ടല്ലോ, അതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ ജയലാലിന്റെ വിവാഹം നടത്തണം എന്നാണ് രാഗിണി പറഞ്ഞത്. നടത്തണം. ഇനിയിപ്പോ കല്യാണ വിളികളുടെയും കല്യാണ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കും. അച്ഛന്റെ മുൻഭാര്യ തന്നോട് പറഞ്ഞു. അതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും വരാനുള്ള സാധ്യത ഒന്നുമില്ല. പിന്നെ അച്ഛൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ അവരെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. റോഡിലേക്ക് ഇറങ്ങുമ്പോ കാണണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. കാണട്ടെ അവളെന്നെ. അവള് പലരെയും വെറുപ്പിച്ചോണ്ട് നടക്കല്ലേ. പിന്നെ എന്നെ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പരമാവധി മാറിഞ്ഞു നടക്കുന്നത് തന്നെയാ നല്ലത്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എന്തായാലും അവരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ മാറുന്നുണ്ടെങ്കിൽ ചാരുന്റെ കല്യാണത്തോടെ മാറണം. അത് മാറുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? നമ്മൾ കുറച്ചാളൂടെ പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ. അടുത്ത വിഷു കഴിയുമ്പോ കല്യാണമാണെങ്കിലേ അതിനടുത്ത വിഷുവിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിരിക്കും. കാർത്തിയും ചാരു അടിച്ചു പിരിയെന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഒരു പക്ഷേ അങ്ങനെ പിരിഞ്ഞില്ലെങ്കിലേ പിന്നെ അവര് പിരിയുന്നതേ ഒരാളുടെ മരണത്തിലായിരിക്കും. ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊല്ലും. അച്ഛന്റെ മോളാണല്ലോ ചാരു. പറഞ്ഞിട്ടെന്താ മോളെ കാര്യം? അവൾ അമ്മയ്ക്കൊപ്പം കടപ്പുറത്തു പോയി ജീവിച്ചിരിക്കുന്ന അച്ഛനു വേണ്ടിയിട്ട് ബലിയിട്ടവളാ. പിന്നെ ഈ ലോകത്ത് ആരെ കൊണ്ടും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വളർന്ന് വളർന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് രാഗിണിയേക്കാൾ മോശമായി വരിക അവളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ദൈവം കാർത്തി അവളെയും തമ്മി കൂട്ടിമുട്ടിച്ചതും അത് പിന്നെ കല്യാണത്തിലേക്ക് പോയതും. സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടി. ആദ്യം ബാങ്കിലേക്കാ പോയത്. അവിടുന്ന് ലോക്കറിലിരുന്ന് സ്വർണ്ണം എടുത്ത്. അവക്ക് നാണമല്ലോ ഇതൊക്കെ എടുക്കാൻ. നാണമില്ലാത്തതുകൊണ്ടല്ലേ എടുത്തത്. പിന്നെ ഒരു താലിമാല കൂടി വാങ്ങിച്ചു എന്റെ കഴുത്തിൽ ജേടനിടാൻ. അത് വേണ്ട നീ പറഞ്ഞില്ലേ? എങ്ങനെ പറയും? പയ്യന്റെ വീട്ടുകാരല്ലേ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ഞാനേതായാലും ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അത് ദീപേച്ചിയുടെ കഴുത്തിലിടാനും പറഞ്ഞിട്ടുണ്ട്. ഒരു താലി ദീപമോളുടെ കഴുത്തിലുണ്ടല്ലോ. ഒന്നുകൂടി ഇടുന്നതിൽ എന്താ കുഴപ്പം? ഭർത്താവല്ലേ ഇടുന്നത്. എന്നാലും ഇതൊരു വല്ലാത്ത പുലിവാലായി പോയല്ലോ. ഈ പുലിവാൽ എങ്ങനെയാ ഉണ്ടായത്? ഒരു പുള്ളിപ്പുലിയെ ഒതുക്കാൻ വലിയ പട്ടാളക്കാരന് കഴിഞ്ഞില്ല. അത് തന്നെയാ എല്ലാത്തിനും കാരണം. ചിലവേതാണ്ട് 2 കോടി കഴിഞ്ഞു. ഒന്നിന് ഞാൻ മോനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നിങ്ങളെയും. അറിയാം, അതൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കല്യാണത്തിന് ഇവളുടെ അമ്മയ്ക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ അറിഞ്ഞതോടെ അവളുടെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൾ വരാത്തത്. വന്നു കഴിഞ്ഞാ ചിലപ്പോ വക്കീലിന്റെ മോന്റെ കരണത്തവൾ അടിച്ചെന്ന് വരും. നിന്നെ വിശ്വസിച്ച ഒരു പെൺകുട്ടി കൂടെ താമസിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ അവൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട്, ഈ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം പറയാൻ പോയപ്പോ മകന്റെ കരണത്തടിക്കുക അമ്മ ചെയ്തത്. എനിക്ക് തരാനുള്ള അടി
ദിലീപേട്ടന് കൊടുത്തെന്ന അമ്മ പറഞ്ഞത്. ദിലീപേ, നിന്നെ പഠിപ്പിച്ചതിനൊക്കെ കണക്ക് പറയുന്ന ഒരു അമ്മയാണ് നിന്റെ അമ്മയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മോൾക്ക് ഞാൻ ബാങ്കിൽ ഇഷ്ടം പോലെ ക്യാഷ് ഇട്ടിട്ടുണ്ട്. മക്കൾക്ക് അച്ഛനമ്മമാര് സമ്പാദ്യം കൊടുക്കുന്നത് ദാനമല്ല, അത് മക്കളുടെ അവകാശമാണ്. കുട്ടികളെ പഠിപ്പിക്കാത്ത അച്ഛനമ്മമാരെ കാണൂ, അവരെ വളർത്താത്തവരുണ്ടാകുമോ? അതേപ്പറ്റിയൊക്കെ പറയുന്നത് വെറും തരംതാണ പരിപാടിയാണ്. സാറേ, എല്ലാത്തിനും കണക്ക് പറയുന്നവളാണ് അവൾ, സ്വന്തം ജീവിതത്തിന് പോലും. അതുകൊണ്ടാണ് ഇത്തിരി വൈകിട്ടാണെങ്കിലും ഞാൻ അവിടെ നിന്ന് മാറിയത്. എല്ലാം എനിക്ക് മനസ്സിലായി. ദിലീപിനോട് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മയും പെങ്ങന്മാരും വന്നാൽ, അതിന്റെ അധികാരം അവരെടുത്താൽ സാഹചര്യം വഷളാകും. കേൾക്ക്. എനിക്കെല്ലാം അറിയാം. നയന പറയുന്നത് ഞാൻ കേൾക്കൂ. പിന്നെ നയനയും അച്ഛനും പറഞ്ഞിട്ടാ ഞാനൊന്ന് വീട്ടിലേക്ക് പോയത്, അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. നീ അവരുടെ മകനാണെങ്കിലും നീ ഇപ്പൊ ഒരു ഡോക്ടറാണ്. ആ നിന്റെ കാരണത്താണ് അവരടിച്ചത്. അതൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, നാടമുറിക്കാൻ സമയമായി. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഐശ്വര്യമായിട്ട് നയനയുടെ അച്ഛൻ തന്നെ നാടമുറിക്കും. ഇവിടെ അതിന് അർഹതയുള്ളത് സാറിന് മാത്രം. എന്ന് മാത്രമല്ല, ദിലീപ് പലപ്പോഴും അമ്മയെ ന്യായീകരിച്ചപ്പോഴും ഇയാളെ പോലും മാറ്റി നിർത്തിയിട്ട് മോളെ സ്നേഹിച്ച കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്കൊപ്പം നിന്ന് നാടമുറിക്കാൻ വക്കീലിനും അർഹതയുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടച്ഛന്മാർക്കും ചേർന്ന് ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് മുറിക്കാം. വേണ്ട സാർ, സാറ് കോടികൾ മുടക്കി തുടങ്ങിയ സ്ഥാപനമല്ലേ, അവിടെ പിന്നെ സാറിന്റെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് നാടമുറിക്കാം. അങ്ങനെ അല്ല വക്കീലെ, ഇവരുടെ രണ്ടാളിന്റെയും അച്ഛന്മാരാ നമ്മള്. അപ്പോ മോൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളും ഇതിൽ പങ്കാളിയാവണം. ഇല്ലെങ്കിൽ എനിക്ക് വിഷമാവും. എന്നാ പിന്നെ ശരി. ഇവൻ MBBS എടുത്ത് നല്ല നിലയിലേക്ക് പോയതില്ലേ ഇവന്റെ അനിയത്തിമാർക്ക് അസൂയ. മൂത്തവള് പാവ, പക്ഷെ ഇളയൊരുത്തിയുണ്ട്, അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റ്. അവളുടെ നാവി എന്ന് പറയുന്നത് കേട്ടാലുണ്ടല്ലോ, ഒരു മനുഷ്യർക്കും സഹിക്കത്തില്ല സാറേ. അതിൽ വക്കീലിന്റെ ഭാഗത്തും പരാജയമുണ്ടല്ലോ. എന്ത് പരാജയോ സാറേ? എനിക്ക് ഒരു വോയിസും ഇല്ലാത്ത വീടാത്. ദേ, ഇവനറിയാം അതിനെപ്പറ്റിയല്ല. പിന്നെ ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചത് തന്നെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട്. എന്റെ അച്ഛനും അമ്മയും പോലും ഇവന്റെ അമ്മ സ്വാധീനിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്തായി? അവർക്കാർക്ക് എന്നെ വേണ്ട. ഞാൻ ശത്രു. ഞാനിപ്പോ ഒറ്റപ്പെട്ടു പോയി. അതാണ്. ആര് പറഞ്ഞു അച്ഛൻ ഒറ്റപ്പെട്ടു പോയെന്ന്? ഇനിയിപ്പൊ അച്ഛന്റെ സഹായത്തിന് ഞങ്ങളുണ്ട്. പറഞ്ഞ പോലെ വക്കീൽ എന്തിനാ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഇവിടെ ഒന്ന് താമസിച്ചാ പോരെ? ഏയ്, അതൊന്നും വേണ്ട സാർ. ഇടയ്ക്കൊക്കെ ഞാനിവിടെ ഒന്ന് താമസിച്ചോളാം. ഇവർക്ക് അങ്ങോട്ടും വന്ന് താമസിക്കാലോ. ആ, എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ദേ ദിലീപേ, അമ്മയും പെങ്ങന്മാരെയും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിട്ട് എന്റെ മോളെ ഇൻസൾട്ട് ചെയ്താ പിന്നെ ഞാൻ വരുന്നത് വേറൊരു രൂപത്തിലായിരിക്കും. ഞാൻ എന്റെ മോളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാനത് പറയാം. ഇവന്റെ മിടുക്കൊണ്ട് MBBS എടുത്തപ്പോ ഇവനെ ഡോക്ടറാക്കാൻ വേണ്ടി ഇവന്റെ അമ്മ കഷ്ടപ്പെട്ടത് വെറുതെയൊന്നും അല്ല. ഇവൻ നല്ലൊരു ഡോക്ടറായിട്ട് കുറച്ചു കാലം കല്യാണം നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തിന്? ഇവന്റെ വരുമാനം എടുത്ത് ഇളയവളെ കെട്ടിച്ചയക്കാൻ. ഇതൊക്കെയാണ് അവളുടെ മനസ്സില്. അതൊക്കെ നിലച്ചു പോയതിന്റെ ദേഷ്യമാണ് ഇപ്പൊ നയനമോളോട് അവള് കാണിക്കുന്നത്. അതൊക്കെ അവരൊക്കെ കൈവച്ചാ മതി, ഇങ്ങോട്ടെടുക്കണ്ട. അതിന് എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിലും നിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഒന്ന് വെറുതെ നോക്കാമല്ലോ. ദേ, നോക്കിയിട്ട് വെറുതെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയരുത്.
നീ ഇങ്ങോട്ട് ഇരിക്കടി. ശരി. കുഴപ്പമൊന്നുമില്ല, നോർമലാ. ഇനി ബി പി നോക്കാം. അയ്യോ, കൈതാത്ത് വെക്കേ. വിരൽ ചുരുട്ടി പിടിച്ചോ. ആ 85/120. ബി പി നോർമലാ, കുഴപ്പമൊന്നുമില്ല. രക്ഷപ്പെട്ടു. ഇനി ഡോക്ടർ ഒന്ന് നോക്കിയേ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർമാർ രോഗികളെ ട്രീറ്റ് ചെയ്യും, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷെ മിക്കവരും സ്വന്തം ജീവിതത്തിൽ അതൊന്നും പാലിക്കാറില്ല. അതെനിക്കറിയാം. എന്തായാലും എല്ലാം ഒന്ന് സ്വസ്ഥമായല്ലോ. ഇനി അത് രാവിലെ ഒന്ന് നടക്കാൻ പോണം. ഞാൻ റെഡിയാ. പിന്നെ ദേ ഒരു കാര്യം, ആരോടും സിമ്പതി ഒന്നും പാടില്ല. കണക്ക് പറഞ്ഞ് പൈസ മേടിച്ചോണം. അതിലൊന്നും ഒരു കോംപ്രമൈസും പാടില്ല. ചെലപ്പോ ബന്ധം പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ വരും. അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അതൊക്കെ താൻ ഹാൻഡിൽ ചെയ്തോ. എല്ലാം നിനക്ക് വിട്ടിരിക്കുക. ഇതെന്റെ സ്ഥാപനമല്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രം. നിന്റെ പേരിലുള്ള ക്ലിനിക്കിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവാം. പിന്നെ റിസപ്ഷനിൽ നീ തന്നെ ഇരിക്കുന്നത് നല്ലത്. ക്യാഷ് ഡീൽ ചെയ്യുന്ന നീയാണ്. ഞാൻ പിന്നെ ഡോക്ടർ ആയതുകൊണ്ട് പേഷ്യന്റുമായിട്ട് നിരന്തരം മല്ലടിക്കുന്നത് ഞാനാണെന്ന് മാത്രം. ഇപ്പൊ പ്രാകുന്നുണ്ടായിരിക്കും ചിലരൊക്കെ. അമ്മയുടെയും പെങ്ങന്മാരുടെയും കാര്യം പറഞ്ഞ. വീടുകളിൽ ഇടുന്ന പത്രത്തിൽ നോട്ടീസ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അമ്മ അത് കണ്ടു കാണും. എന്നിട്ട് പോലും ഒന്നും വിളിച്ചില്ല. എന്തിനാ വിളിക്കുന്നേ? അവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ജീവിച്ചാ തന്നെ ഐശ്വര്യം തോന്നും. ആ വീട്ടിനകത്ത് താമസിച്ചപ്പോ എന്തൊരു ശ്വാസം മുട്ടലായിരുന്നെന്നറിയാവോ? ദിലിയേട്ടന്റെ വീട്ടിൽ ദിലിയേട്ടന്റെ അച്ഛൻ മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. ബാക്കി എല്ലാരും പക്ക നെഗറ്റീവാ. അമ്മയുടെ അടുത്തേ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു ചെന്നപ്പോ രാവിലെ എഴുന്നേക്കുമ്പോ ഒരു തലചുറ്റലുണ്ടായി. തലയ്ക്കകത്ത് വല്ലാത്തൊരു ഭാര. എന്നാ പിന്നെ ഒരു ഡോക്ടറെ കാണാത്തെന്താ? അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. പഴയ പോലെ തന്റെ അടുത്തോട് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഇപ്പൊ കഴിയുന്നില്ല. മനസ്സെന്തോ ഒരടിച്ച പോലെ. നിരന്തരം തിരിച്ചടികൾ ഉണ്ടാവുമ്പോ മനുഷ്യർക്ക് ഒരു പക്ഷേ അങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അമ്മ ഇടയ്ക്കൊക്കെ ദീപയ്ക്കൊപ്പം പോയി താമസിക്കേ. അവിടെ രചനയുണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാലോ. അപ്പൊ രണ്ടു വീടിന്റെ വാടക കൊടുക്കണ്ടല്ലോ. ഇനി അതല്ല, അവിടെ സൗകര്യമില്ലെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ നല്ലൊരു വീട് എടുത്തു തരാം. ഇപ്പൊ തന്നെ മോൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന്റെ കൂടി ഇനി ഒന്നും വേണ്ട. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുക. രചനയ്ക്കൊപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നോണ്ട് ദീപയ്ക്കും അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മോന് നല്ലൊരു തുക മോളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ സമ്പാദ്യത്തിന് നല്ലൊരു പങ്ക് ദീപയുടെ പേര് മാറ്റിയ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാൾ ഒരിക്കലും അനാവശ്യമായിട്ടൊന്നും ചെലവാക്കില്ല. പക്ഷേ എന്റെ അമ്മയും പെങ്ങന്മാരും പണം കൈകാര്യം ചെയ്താ അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരും. അതൊന്നും വേണ്ട മോനെ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഇനി എന്റെ മോൾക്ക് വേണ്ടി പണം ചെലവാക്കിയാൽ മതി. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ അത് ദീപയായിട്ടായിരിക്കും. അതിലിനി മാറ്റമൊന്നുമില്ല. ഒരു പൊട്ടിത്തെറി എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചാരുവിന്റെ കല്യാണം കഴിയുമ്പോ. അവനെയാണ് പേടിക്കേണ്ടത്, കാർത്തിയെ.